ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. മുസ്ലിമായി നല്ല മനുഷ്യരായി നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ ഈമാനും നമ്മുടെ അമലുസ്വാലിഹാത്തുകളും അത് നന്നാക്കി ഹറാമുകളിൽ നിന്ന് എല്ലാവിധ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഹിസാബുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി മരണശേഷമുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നമ്മളെന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരും ചോദ്യം ചെയ്യപ്പെടും. അൽ അസ്ഇലതു ഫീ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ മഹ്ശറിൽ വെച്ചിട്ട് ഈ ഹിസാബ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ചില ഹദീസുകൾ കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒഴുക്കമട്ടിൽ പറയല്ല, മറിച്ച് തീർച്ചയായും ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹ്ശർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ലോകാവസാനം സംഭവിച്ച് പിന്നെയും എത്രയോ കാലം കഴിഞ്ഞിട്ട് മലക്ക് കാഹളത്തിൽ ഊതിയതിന് ശേഷമാണ് മഹ്ശറൊക്കെ ഉണ്ടാവുക, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് അവിടേക്കൊന്നും എത്തണ്ട. നമ്മൾ മരിച്ച് ഖബറിൽ ഖബറടക്കം ചെയ്യുക, ദഫ്നെന്ന് പറയും, മറമാടി അവിടെ നിന്നുള്ള ആളുകൾ തസ്ബീത്തൊക്കെ കഴിഞ്ഞ് സലാം ചൊല്ലി പിരിഞ്ഞു പോകുന്ന ആ നിമിഷത്തിൽ തന്നെ, ആ ഒരു 8-10 നിമിഷങ്ങൾ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് നിന്ന് മനുഷ്യന്മാർ അങ്ങോട്ട് പോയി അവരുടെ
ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമാർ അകലത്തിൽ എത്തുമ്പോഴേക്കും മലായിക്കത്തുകൾ വരുന്ന ആര് വരും? മലക്കുകൾ വരും. എന്നിട്ട് ചോദ്യം ചെയ്യുമെന്ന. എന്താ ചോദ്യം ചെയ്യുക പ്രിയമുള്ളവരെ? നിൻ്റെ റബ്ബാരാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന. അതായത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സഹിയായ തിരുസുന്നത്തിലും കൃത്യമായി വന്നിട്ടുണ്ട് മനുഷ്യന്മാരുടെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നു. സംശയം വേണ്ട പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ അത് അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇദാ മാത ഫഇന്നഹു യുഹാസബു അൻ കുല്ലി സഗീറത്തിൻ വ കബീറത്തിൻ, എല്ലാ വലുതും ചെറുതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും അവൻ മരണപ്പെട്ടാൽ ഹിസാബ് ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമിലഹാ ഫിദ്ദുന്യാ മിൻ ഖൈറിൻ ഔ ശർറിൻ, അത് ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാറ്റിനെ പറ്റിയും ചോദ്യം ചെയ്യും. ഖൈറാണെങ്കിൽ അതിന് നന്മ കിട്ടും, അതിന് പ്രതിഫലം കിട്ടും. എന്നാൽ ഷർറാണ്, തിന്മയാണ് നമ്മൾ ചെയ്തതെങ്കിലോ യുആഖബു അലൈഹി, അതിൻ്റെ പേരിൽ അവന് ഇഖാബ്, ശിക്ഷയുണ്ടാകും, അദാബുണ്ടാകും. തെറ്റാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ്. അവ്വലു മനാസിലുൽ ഹിസാബ്, ഒന്നാമത്തെ ഹിസാബിൻ്റെ ഒന്നാമത്തെ ആ ഒരു മൻസിൽ സ്ഥാനം അതെവിടെയാണെന്നറിയോ? അൽ ഖബർ, ഖബറിലാണ്. ഖബറിലാണ് ആദ്യം തീർച്ചയായും നമ്മളൊക്കെ ചോദ്യത്തിന് വിധേയരാകുക. അതെന്തൊക്കെയാണ് ചോദ്യം ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാൻ, നിന്റെ റബ്ബാരാണെന്ന് ചോദ്യം ചെയ്യും. അപ്പോൾ ആർക്കാണ് പ്രിയമുള്ളവരെ അവിടെ ഉത്തരം പറയാൻ കഴിയുക? എല്ലാവർക്കും മുസ്ലിമായി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഖബറിൽ മലായിക്കത്തുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയാൻ കഴിയൂല. മുസ്ലിമായി ജനിക്കുക മാത്രമല്ല, ആ ജീവിതം മുസ്ലിമായി ജീവിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക, 5 നേരത്തെ നമസ്കാരം പോലെയുള്ള ഫറലായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഒരു ഹദീസിൽ 2 ഹദീസുകളുണ്ട്. നല്ല മനുഷ്യരെ മലക്കുകൾ വന്ന് അവരുടെ റൂഹ് എടുക്കുന്ന സംഭവം വിശദീകരിക്കുന്നൊരു ഹദീസുണ്ട്. അതോടൊപ്പം തന്നെ ചീത്ത മനുഷ്യരെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾ, റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുക, വിശുദ്ധ ഖുർആനെക്കുറിച്ചൊരു ചിന്തല്ല, പള്ളികളെക്കുറിച്ച് ചിന്തല്ല, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തല്ല, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല. അങ്ങനെയുള്ള ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരുടെ റൂഹ് പിടിക്കുന്ന സംഭവവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവരായ മനുഷ്യർ മരിക്കുന്ന ഘട്ടത്തിൽ പ്രിയമുള്ളവരെ മലക്കുകൾ വരുന്ന 2 കൂട്ടരോടും മലക്ക് വരും. എന്നിട്ട് ചോദ്യം ചെയ്യണ്ട, മൻ റബ്ബുക, നിന്റെ റബ്ബാരാൻ എന്ന് ചോദ്യം ചെയ്യും. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? എന്താ മറുപടി പറയുക? നല്ലവനായ ഒരു മനുഷ്യൻ പറയുക, അല്ലാഹു റബ്ബി, അല്ലെങ്കിൽ റബ്ബി അല്ലാഹ്, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നുത്തരം പറയും. ആ ഉത്തരം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാനായി. പക്ഷെ അത് കഴിയണം. എന്നിട്ട് വീണ്ടും ചോദ്യം. നമ്മൾ പറയുന്നത് എന്താ? പരലോകത്തുള്ള ചോദ്യം അല്ലെങ്കിൽ മരണശേഷമുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച നമ്മൾ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൽ പറയാണ് മാ ദീനുക, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദ്യം ചെയ്യുന്ന, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദ്യം ചെയ്യുമെന്ന. അപ്പോൾ എന്താ പറയുക? ആ മനുഷ്യൻ പറയും, ദീനീ, എൻ്റെ മതമെന്ന് പറയുന്നത് അൽ ഇസ്ലാം, ഇസ്ലാമാകുന്നു. എൻ്റെ മതം ഇസ്ലാമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിമാണ് ഞാൻ അല്ലെങ്കിൽ ഇസ്ലാമാണ് എൻ്റെ മതം എന്ന് നമുക്ക് ഖബറിൽ പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ എന്ത് ചെയ്യണം? റബ്ബിനെ ഓർത്ത് ജീവിക്കണം, റബ്ബിനെ മറക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ ജീവിതങ്ങളാണെന്ന് തകർന്നു പോയിട്ടുള്ളത്. അവർ മുസ്ലിമാണെന്നോ കാഫിറാണെന്നോ വ്യത്യാസമുണ്ടോ? ഒരു അവിശ്വാസിയായ മനുഷ്യൻ അവന് ക്ഷേത്രത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, അവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്കും മഹാന്മാർക്കും ആരാധനകൾ നിർവഹിക്കുന്നു. അതുപോലെ മുസ്ലിങ്ങളായി തീരുക. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു അവിശ്വാസി, അവന് ബാറിൽ പോകുന്നു, മദ്യപിക്കുന്നു, കള്ള് ഷാപ്പിൽ പോകുന്നു, മദ്യപിക്കുന്നു, അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിക്കുന്ന ആളുകൾ. അപ്പോൾ ആ രൂപത്തിലേക്കായിത്തീരുന്നു. ഈ ഹിന്ദു ക്രിസ്ത്യൻ
സഹോദരങ്ങളുണ്ടല്ലോ, അവരെത്രയോ നല്ല മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ അവരോടൊപ്പം അതിൽ വൃത്തികേടുള്ള ആളുകളുണ്ടാവും, മുസ്ലിങ്ങളായ ആളുകളും വളരെ മോശമുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ട് സാധിച്ചെടുക്കുക, അവരോടൊപ്പം കൂട്ടുകൂടി അവരോടൊപ്പം വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് നടന്ന് അങ്ങനെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കാത്തവൻ കള്ളു കുടിക്കുന്നു, ചീട്ട് കളിക്കാത്തവൻ ചീട്ട് കളിക്കുന്നു, അങ്ങനെ എല്ലാവിധ തിന്മകളിലും മുഴുകുന്നു. ആ മനുഷ്യൻ മരിച്ചു പോയാലേ മലായിക്കത്തുകൾ വന്ന് ചോദ്യം ചെയ്യും, മാ ദീനുക, എടോ നിന്റെ മതമേതാണ്, നിന്റെ ദീനേതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് തട്ടഹസിക്കാനേ കഴിയുള്ളൂ. തട്ടഹസിക്കാനേ കഴിയുള്ളൂ. അതല്ലാതെ ദീനേ അൽ ഇസ്ലാം എന്ന് പറയാൻ കഴിയൂല, അവനതിന് സാധിക്കൂല. എന്നിട്ട് ഈ ഹദീസിൽ കാണാൻ വീണ്ടും ചോദ്യം എന്താണെന്നറിയുന്നത്, മലായിക്കത്തുകൾ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ചിത്രം ഇങ്ങനെ കാണിക്കുക, മലായിക്കത്തുകൾ കാണിക്കുക. അതാരെ ചിത്രമാണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചിത്രം ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മാ ഹാദർ റജുൽ, ഈ മനുഷ്യനാരാകുന്നു എന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ ദീനുള്ള 5 നേരം നമസ്കാരമുള്ള, അള്ളാഹിൻ്റെ ഖുർആൻ ഓതുന്ന, അള്ളാഹിൻ്റെ ദിക്റുകൾ ചൊല്ലുന്ന, മരണത്തെക്കുറിച്ച് ചിന്തയുള്ള, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ള, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ എന്നുള്ള ആ ചിന്തയുള്ള അങ്ങനെയുള്ള ആളുകൾ എന്ത് പറയും? ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹിൻ്റെ ഹബീബായ റസൂലാകുന്നു എന്നവന് പറയും. ആ ഉത്തരമൊക്കെ പറയാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ വിജയിച്ചു. ആഖിറത്തിൽ വിജയം തന്നെയാണത്. ഖബറിൽ ആ ചോദ്യങ്ങൾ മലായിക്കത്തുകൾ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പിന്നീട് ചോദിക്കാണ് വമാ ഇൽമുക. മറ്റൊരു ഹദീസിൽ കാണാം, എന്ത്, ആരാണ് നിന്റെ ഇമാം ആരാണ് എന്ന് ചോദിക്കും. ഇവിടെ വമാ ഇൽമുക എന്ന ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ കിതാബ് ഓതി, അതിൽ ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ സത്യപ്പെടുത്തി എന്ന് പറയും. അപ്പം മലായിക്കത്തുകൾ അവനെ എന്ത് ചെയ്യാണ്? മലായിക്കത്തുകൾ ആ മനുഷ്യനെ ഫയുനാദി മുനാദി മിനസ് സമാ അൻ ഖദ് സദ്ദഖ്, ആകാശലോകത്ത് നിന്ന് മലായിക്കത്തുകൾ പറയാതാ ആ ഖബറിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന വ്യക്തി അവൻ നല്ലവനാണ്, സത്യസന്ധനാണ്, മുസ്ലിമാണ് എന്ന് പറയും എന്നാ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു വിരിപ്പ്, ആ വിരിപ്പിലേക്ക് അവൻ്റെ ആത്മാവിനെ വെച്ച് ആകാശലോകത്തേക്ക് മലായിക്കത്തുകൾ പോകും എന്നുള്ളതാ ആ ഹദീസിൽ പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നത് പ്രിയമുള്ളവരെ, ഖബറിൽ നമ്മൾ മരിച്ചു പോയാൽ ഖബറിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ്. ഖബറിൽ തന്നെ ചോദ്യം ചെയ്യും. ഇനി അങ്ങോട്ട് പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ. നമ്മൾക്കിപ്പോൾ ആരോടൊരു മറുപടി പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധാരണ ശരിയല്ല. നമ്മൾക്ക് ആരോടും ഒരു ഉത്തരവാദിത്തമില്ല, ആരോടും ഒരു ബാധ്യതയുമില്ല എന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ കിതാബ് അനുസരിച്ച് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമുക്ക് ജീവൻ തന്നത്, നമുക്ക് ആരോഗ്യം തന്നത്, നമുക്ക് രക്തവും മജ്ജയും മാംസവും എല്ലാവിധ അനുഗ്രഹങ്ങളും അതിനു വേണ്ടി തന്നതാണ്. പക്ഷേ മനുഷ്യന്മാരെന്നത്തെ അവസ്ഥ എന്താണെന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ തോന്നിയതുപോലെ ജീവിക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും മരിക്കും, മരണത്തിന് ശേഷം ചോദ്യമുണ്ട്, മരണത്തിന് ശേഷം ഹിസാബുണ്ട്. ആ മഹ്ശറ എന്ന് പറയുന്ന സഭയിൽ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു തആല ചോദ്യം ചെയ്യും എന്നുള്ള കൃത്യമായ വിശ്വാസം നമുക്കുണ്ടാവണം. ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ രാത്രി കാലത്ത് വിശന്ന വയറുമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി അങ്ങനെ നടന്നപ്പോഴതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, നീ എന്തിനാണ് ഈ രാത്രി കാലത്ത് ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാത്രി ഇന്ന് ഭക്ഷിക്കാനൊന്നും കിട്ടിയിട്ടില്ല, വീട്ടിൽ ഭക്ഷണമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു, സ്വത്തുള്ള ആളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്ന് വീട്ടിൽ ഭക്ഷണം ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് കടന്നു വരികയാണ്. അവിടേക്ക് കടന്നു വന്നപ്പോൾ അവിടെ അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്.
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾ വിശന്ന് ഭക്ഷണമില്ലാതെ ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അങ്ങനെ 3 നാളും ഭക്ഷണമില്ലാതെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അവസാനം അതാ ഒരു സ്വഹാബി വര്യൻ അവിടേക്ക് കടന്നു വരുന്നു. അവരെല്ലാവരും ഭക്ഷണമില്ലാതെ നിൽക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, പട്ടിണിയാണ് എന്നറിഞ്ഞപ്പോൾ ആ സ്വഹാബി എൻ്റെ വീട്ടിലേക്ക് വരൂ, അവിടെ അല്പം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. ആ സ്വഹാബി അവരെ ക്ഷണിച്ചു കൊണ്ടുപോയി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഒരായത്തോതുകയാണ്. പ്രിയമുള്ളവരെ, അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്തു തകാസുർ എന്ന് പറയുന്ന അധ്യായത്തിലെ അവസാനത്തെ ആയത്താണ് ഓതുന്നത്. എന്തായത്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്താ ആയത്ത്? പിന്നീട് നിങ്ങളോട് ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹു തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും. ഇപ്പം എന്താ അനുഗ്രഹം? രാത്രി വിശന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഒരു ഭക്ഷണം കിട്ടി ഒരു നേരത്തെ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് പറയുന്നത്. അപ്പം ഗൗരവത്രയാ നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ പ്രിയമുള്ളവരെ. നമ്മൾ എടുത്തിട്ടുള്ള വസ്ത്രം, നമ്മൾ അണിഞ്ഞിട്ടുള്ള, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ജവ്വാല്, വാച്ച്, മറ്റുള്ള എത്രയോ അനുഗ്രഹങ്ങൾ. അതിനൊക്കെ നമ്മൾ റബ്ബിനോട് ഉത്തരം പറയണം. നമ്മൾ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാ. അപ്പം എന്താണ് കാര്യം? ഇത് ഉപയോഗിക്കണ്ട എന്നല്ല, നമ്മൾ പരമാവധി നന്മകൾ ചെയ്യുക. നമ്മൾ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഹദീസ് വായിക്കാം. എത്രയോ ആളുകളുണ്ടെന്ന് നമസ്കാരത്തിന് പോകാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിനോ റുക്കൂഇനോ ഒക്കെ മടി കാണിച്ച് പിന്നീട് നമസ്കരിക്കാം. 50 or 60 ഒക്കെ വയസ്സായിട്ട് നന്നായി തീരാമെന്നുള്ള ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. അത് മഹാ അബദ്ധമാണ് പ്രിയമുള്ളവരെ. അത് ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമ്മൾ 60 70 വയസ്സായിട്ട് നന്നാകാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ച ആളുകൾ നന്നാകാതെ, നല്ല മനുഷ്യരാകാതെ അവർ പെട്ടെന്ന് മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അവ്വല മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം അസ്വലാ. തീർച്ചയായും ഒരടിമ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ കർമ്മങ്ങളിൽ, അവൻ്റെ അമാലുകളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക അസ്വലാ, നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. ആദ്യം ചോദ്യം ചെയ്യുക നമ്മുടെ കർമ്മങ്ങൾ. ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുക വിശ്വാസത്തെക്കുറിച്ചായിരിക്കും, ഈമാനെ കുറിച്ചായിരിക്കും. മുസ്ലിം അതാണ് ഇപ്പോൾ കബറിലടക്കം മൻ റബ്ബുക്കാന്ന, നിൻ്റെ റബ്ബ് ആരാണെന്ന. അതൊക്കെ എന്താണ്? ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ എന്താണ് ഈമാനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. അതുപോലെ ഈ കൊലപാതകങ്ങളുണ്ടല്ലോ, ആയുധങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകളെ മുറിവേൽപ്പിക്കുക, ബോംബുകൾ കൊണ്ട് മറ്റുള്ള ആളുകളെ കൊല്ലുക, ഇങ്ങനെ രക്തം ചിന്തിക്കൊണ്ടുള്ള സംഭവങ്ങൾ, സഫ്കുദ്ദം എന്ന് പറയും, രക്തം ചിന്തുക, അറുകൊല നടത്തുക, പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ, അതുപോലെ പ്രായം ചെന്ന ആളുകളെയൊക്കെ കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മങ്ങളിൽ, മനുഷ്യരുടെ കർമ്മങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യുക മിൻ അഅമാലിഹിം അസ്വലാ, നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. ഖാല യഖൂലു റബ്ബുനാ ജല്ല വഅസ്സ ലിമലായികതിഹി വഹുവ അഅലം. ഉന്നതനും പ്രതാപവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയും, നിങ്ങൾ നോക്കണം, മലായികത്തുകളെ നിങ്ങൾ നോക്കുക. മലക്കുകളാണ് നോക്കേണ്ടത്. എന്താ നോക്കേണ്ടത്? വഹുവ അഅലം, അള്ളാഹ്ക്കറിയാം. മലക്കുകളോട് വെറുതെ നോക്കാൻ അതൊരു നടപടിക്രമമാണ്, അതൊരു രീതിയാണ്. അള്ളാഹ്ക്കറിയാൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്. എങ്കിൽ പോലും മലക്കുകളോട് നോക്കാൻ വേണ്ടി പറയാ. എന്താ നോക്കാൻ പറയുന്നത്? ഉൻദുറൂ ഫീ സ്വലാത്തി അബ്ദി അതമ്മഹാ അം നഖസ്വഹാ. എൻ്റെ അടിമകളുടെ നമസ്കാരത്തിൽ നിങ്ങൾ നോക്കുക. ഓരോ ആളുകളുടെയും
നമസ്കാരങ്ങൾ നോക്ക്. അതമ്മഹ, അത് തമാമാണോ, അം നഖസഹ, അതോ നുക്സാനുണ്ടോ, അതിൽ കുറവുണ്ടോ. നിസ്കാരേ സുജൂദും റുക്കുവൊക്കെ അങ്ങനെ സ്പീഡിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ, എന്തെല്ലാം രൂപത്തിൽ നമസ്കാരം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ഹദീസിൽ കാണാം 60 കൊല്ലം നമസ്കരിച്ചിട്ടും അവൻ്റെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കില്ല. കാരണം എന്താ? അവൻ്റെ റുക്കൂ പൂർണ്ണമില്ല, അവൻ്റെ സുജൂദ് പൂർണ്ണമല്ല, അവൻ്റെ നമസ്കാരത്തിൽ തുമഅനീനത്തില്ല, അച്ചടക്കമില്ല, അടക്കവും ഒതുക്കവുമില്ല. അങ്ങനെയുള്ള നമസ്കാരം കൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നാമതായി റബ്ബ് നമസ്കാരത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുക. ആ നമസ്കാരം എന്ത് ചെയ്യണം? തമാമായിരിക്കണം, അടക്കവും ഒതുക്കവും ഭയഭക്തിയുമുള്ളതായിരിക്കണം, മനസ്സിൽ തട്ടിയ നമസ്കാരമായിരിക്കണം. മനസ്സിലായല്ലോ? ആ രൂപത്തിൽ നമ്മൾ നമസ്കരിച്ചാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇനിയോ ഫഇൻകാനത് താമതൻ കുതിബത് ലഹു താമ, അത് പൂർണ്ണമാണെങ്കിൽ, നമസ്കാരം ഭംഗിയുള്ളതാണെങ്കിൽ ആ രൂപത്തിൽ അത് എഴുതപ്പെടും. വഇൻകാനൻ തഖസ മിൻഹാ ഷൈഅൻ, വല്ല കുറവും അതിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. ഒരിളവുണ്ട്. ഫറള് നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തആലയുടെ ഒരു ഇളവ്, ഒരു കരുണ, ഒരു കൃപ, അതെന്താണ്? ഖാല ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വ, മലക്കുകളെ, എൻ്റെ അടിമകൾ അവര് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ ചോദിക്കുക? ഈ ഫറളിലെ വീഴ്ചകളുണ്ടല്ലോ, ഫറളിലെ കുറവുകൾ, അത് പരിഹരിക്കാൻ അവൻ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഫഇൻ കാന ലഹു തതവ്വുൻ, അവന് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഖാല അതിമ്മു ലി അബ്ദി ഫരീലതഹു മിൻ തതവ്വുഹി, അവൻ്റെ ആ സുന്നത്ത് നമസ്കാരം എടുത്തിട്ട് അവൻ്റെ ഫർളിൻ്റെ പോരായ്മകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരിഹരിക്കുക എന്ന് പറയും. എന്നാൽ ഫർളുകളിൽ പോരായ്മ ഉണ്ട്, ഫർളുകളിൽ ന്യൂനത ഉണ്ട്, ഫർളിൽ കുറവുണ്ട്, സുന്നത്ത് നമസ്കാരം ഇല്ലതാനും, അവൻ്റെ കാര്യം കഷ്ടമാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫർള് നിസ്കരിക്കുക, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 5 നേരത്തെ ഫർളാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമ്മളെന്ത് ചെയ്യുക? ഫർളിൻ്റെ മുമ്പും ശേഷമൊക്കെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, സാധിക്കായില്ല, നമ്മളെന്ത് ചെയ്യുക? സമയം കിട്ടുമ്പോഴൊക്കെ ആ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുക, അത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആഖിറത്തിൽ നമ്മുടെ നമസ്കാരം വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഭാഗത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് എങ്കിൽ അത് വലിയ ഗുണകരമായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവമാണ്. എന്നിട്ട് പറയാണ് സുമ്മ തൂഖദുൽ അഅമാലു അലാ ദാകും, ഇപ്രകാരമായിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? ഒരു പണക്കാരനുണ്ടെന്ന് വിചാരിക്കാം, ഒരു സമ്പന്നനായ ആളുണ്ടെന്ന് വിചാരിക്കാം. അയാൾ സമ്പത്തിന് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം, അല്ലേ? സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്ത് കൊടുത്തതിൽ പോരായ്മ ഉണ്ടോ, വീഴ്ച ഉണ്ടോ എന്ന് ആര് പരിശോധിക്കും? അല്ലാഹു തആല പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ ന്യൂനത ഉണ്ട്, കുറവുണ്ട് എങ്കിൽ അവൻ സദക്കകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. സദക്കാർ എന്താ അർത്ഥം? അത് സുന്നത്തായി നമ്മൾ കൊടുക്കുന്ന ദാനത്തിനെ സദക്ക എന്ന് പറയാം. സക്കാത്ത് എന്ന് പറഞ്ഞാലോ, ഒരു സമ്പന്നനായ അയാളെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാണ്. ഏതുപോലെ? നമസ്കാരം ഒഴിവാക്കുന്നവനെ പോലെ തന്നെയാണ് അവൻ. ശരി, അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഹജ്ജിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ. ഹജ്ജിലൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അവന് ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയോ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കർമ്മങ്ങളും പൂർണ്ണമായി ശരിയായി അടക്കത്തോടെ ഒതുക്കത്തോടെ ഭക്തിയോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുന്നത്തുകളും വർദ്ധിപ്പിക്കുക. മറ്റൊരു ഹദീസ്, പ്രിയമുള്ളവരെ, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമ, അള്ളാന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. നമുക്കവിടെ നടക്കാൻ കഴിയൂല. ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദമിന്റെ പുത്രന്, ആദമിന്റെ മക്കൾക്ക് അവരുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. മിൻ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ, അല്ലാഹു തആല 5 കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുന്നത് വരെ. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയും. അതുവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താ കാര്യം?
അൻ ഉംരിഹി ഫീമ അഫ്നാഹു, അവന്റെ ആയുസ് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ആയുസിനെ കുറിച്ച് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. അൻ ഉംരിഹി, ഉംർ. നമ്മളോട് ഇപ്പൊ ചോദിക്കും കം ഉംർ, എത്ര വയസ്സുണ്ട് അല്ലേ? അൻ ഉംരിഹി ആരാ ചോദിക്കുക? റബ്ബ് ചോദിക്കും, പരലോകത്ത് വെച്ച് ചോദിക്കും. ഫീമ അഫ്ന, നിനക്ക് 60 വയസ്സ് വരെ ജീവിതം തന്നില്ലേ, 70 വയസ്സ് വരെ ജീവിതം തന്നില്ലേ, എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് കുറെ മദ്യപിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള തോന്നിവാസങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നല്ലാതെ ഞാൻ റബ്ബേ പള്ളിയിൽ പോയി നമസ്കരിച്ചു, ഖുർആനോദി, അങ്ങനെ നന്മകൾ ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയണം. തിന്മകളല്ല, നന്മകൾ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണം. അത് ഖുർആനിൽ, ഈ ചോദ്യം ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ആയുസ് തന്നില്ലയോ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. വഅൻ ശബാബിഹി ഫീമ അഫ്നാഹു ഫീമ അബ്ലാഹു, നമ്മുടെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏറ്റവും നല്ല പ്രായം എപ്പോഴാണ്? യുവത്വം. ഒരു 10-18 വയസ്സ് മുതൽ ഒരു 40 വയസ്സ്, ഇതാണല്ലോ ഒരു യുവത്വം എന്ന് പറയുന്നത്. ഈ യുവത്വ കാലഘട്ടത്തിലാണ് എപ്പോഴും മനുഷ്യന്മാർ വഴിതെറ്റാനുള്ള സാധ്യത. അപ്പോഴാണ് കല്യാണം കഴിച്ച ശേഷം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തെറ്റിപ്പിരിഞ്ഞു പോവുക, അതുപോലെ മദ്യപാനത്തിന് അടിമയാകുക, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വൃത്തികെട്ട ഏർപ്പാടുകളിലും മനുഷ്യന്മാർ പെടാനുള്ള സാധ്യത എപ്പോഴാ? യുവത്വ കാലഘട്ടങ്ങളിലാണ്. അപ്പം ആ യുവത്വ കാലഘട്ടം, പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ ആളുകൾ യുവത്വത്തിൽ നന്മയിലേക്ക്, സ്വർഗത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അൻഷബാബിഹി, അവൻ്റെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. നമ്മുടെയൊക്കെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഈ യുവത്വം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ മുമ്പിൽ നല്ലവരായി നിൽക്കണം, നല്ല മനുഷ്യരാവണം നമ്മൾ. പ്രിയമുള്ളവരെ, മാലിഹി മിൻ ഐനക്തസബ, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. എന്താണ് നമ്മുടെ സമ്പത്ത്? അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. മിൻ ഐനക്തസബ, എവിടെന്നാ സമ്പാദിച്ചിട്ടുള്ളത്? എവിടെന്നാ നീ സമ്പാദിച്ചത്? അഴിമതിയാണോ, കൈക്കൂലിയാണോ, മറ്റുള്ള ആളുകളുടെ പോക്കറ്റ് അടിച്ചതാണോ, മോഷ്ടിച്ചതാണോ, വഞ്ചനയാണോ, ചതിയാണോ എന്ന് ചോദിക്കും. മിൻ ഐനക്തസബ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ആ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് റബ്ബ് ചോദിക്കും. മിൻ ഐനക്തസബ, എവിടെന്നാ നിനക്കിത് കിട്ടിയത്? അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് എനിക്ക് ശമ്പളം കിട്ടിയതാണ് എന്ന് നമ്മൾ പറയാനുള്ള ഒരു അർഹത നമുക്കുണ്ടാകണം. ഹലാലല്ലാത്ത മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽ വരുന്ന പണം, പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ ശത്രുവായിരിക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ആ റിയാലുകൾ നമുക്കെതിരായി നിൽക്കും. നമ്മളതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. നരകമായിരിക്കും നമുക്ക് ലഭിക്കാനുണ്ടാവുക. നിങ്ങൾ നോക്കൂ, വഫീമ അൻഫഖ, എവിടെ നിന്ന് ചെലവഴിച്ചു എന്നും കൂടെ ചോദിക്കുന്ന, എങ്ങനെ ചെലവഴിച്ചു എന്ന്, എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെ സമ്പാദിച്ചു എന്ന് മാത്രമല്ല, വഫീമ അൻഫഖ, എങ്ങനെയാണ് നീ അത് ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ധൂർത്ത് ചെയ്യാൻ പാടില്ല. ധൂർത്തടിക്കുക. 1000 രൂപ ചെലവഴിക്കേണ്ട സ്ഥലത്ത് 5000-ഓ 10,000 ഒക്കെ ചെലവഴിക്കുക. ധൂർത്ത്, അത് പാടില്ല. അതിന് റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, ധൂർത്തടിക്കുന്ന ആളുകൾ വലാ തുബദ്ദിർ തബ്ദീറാ. നമ്മൾ ഓരോ നിസ്കാരത്തിലും എന്താ പ്രാർത്ഥിക്കുന്നത്? അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു. കണ്ടോ, ഞാൻ അതിരുവിട്ട് ചെയ്ത്, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ചെയ്തത്, അത് എന്താണ്? തെറ്റാണ്. റബ്ബേ അതെനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ധൂർത്തടിക്കാൻ വേണ്ടി പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടുകാരാണ് എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് ചെയ്യുക. പിന്നെ അമില ഫീമ അലിമ, നമുക്ക് കുറേ അറിവുണ്ട്, ആ അറിവിനെ കുറിച്ച് ചോദിക്കും. അറിവുണ്ട്, ഇപ്പം ഇവിടെ വരികയാണ്, നമ്മൾ നബിയുടെ വചനങ്ങൾ കേൾക്കുന്നു, അള്ളാഹിൻ്റെ ആയത്തുകൾ കേൾക്കുന്നു, അതിനനുസരിച്ച് നീ പ്രവർത്തിച്ചോ എന്ന് റബ്ബ് ചോദിക്കും. സംശയം വേണ്ട. നമ്മൾ പഠിച്ചു എന്ത്? ഫർള് നമസ്കാരത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ സുന്നത്ത് നമസ്കാരം ഉണ്ടോ എന്ന് നാളെ റബ്ബ് ചോദിക്കും. അങ്ങനെ സുന്നത്ത് നമസ്കാരം ഉണ്ടെങ്കിൽ നമ്മളെ ഫർളിൻ്റെ പോരായ്മകൾ പരിഹരിക്കും എന്ന് പറഞ്ഞു. ഇതൊരു അറിവാണ്.
ഈ അറിവനുസരിച്ച് നമ്മളത് ചെയ്തില്ല എങ്കിലോ അത് നാളെ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബ് ചോദ്യം ചെയ്യുന്ന. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിവിനനുസരിച്ച് നമ്മൾ നന്മകൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. എന്നാൽ ചില ആളുകളുണ്ട്, കുറേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമലുകൾ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഇനി പഠിക്കണ്ട, ഇൽമ് വേണ്ട, ജാഹിലായി കഴിയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് മഹാ അബദ്ധമാണ് പ്രിയമുള്ളവരെ. എന്തുകൊണ്ട് നീ അങ്ങനെ ജാഹിലായി കഴിഞ്ഞു എന്നും അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്ന് ചില വചനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിക്കുന്നത്? ഇപ്പം നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാർ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക. അള്ളാഹുവിൻ്റെ അംബിയാ മുർസലീങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെടും. മാതാ അജബ്തുമുൽ മുർസലീൻ, ആ പ്രവാചകന്മാർക്ക് നീ എന്താണ് ഉത്തരം കൊടുത്തത് എന്ന് ആളുകളോട് ചോദിക്കും. നബി നമ്മളോട് വന്ന് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ആ നബിക്ക് എന്ത് ഉത്തരം ചെയ്തു, നബി പറഞ്ഞ കാര്യങ്ങളോട് എന്ത് മറുപടി നൽകി എന്ന് നമ്മളോട് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ നബിമാരവരുടെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്ന. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, മുഴുവൻ ആളുകളോട് നാം ചോദ്യം ചെയ്യും. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എല്ലാവരും ചോദ്യം ചെയ്യും പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാം, അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യന് ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല അത് മലായിക്കത്തുകൾ രേഖപ്പെടുത്താതെ. നമ്മൾ പറയുന്നത് പോലും മറ്റുള്ള ആയത്തുകളിൽ എന്താ പറഞ്ഞത്? നന്മ ചെയ്താലും തിന്മ ചെയ്താലും രേഖപ്പെടുത്തുന്നു. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ എന്ന് പറയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടോ പ്രിയമുള്ളവരെ, മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ള പറയുകയാണ്, യബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ. അദ്ദേഹം പറയാൻ, നിങ്ങളൊക്കെ എന്താണ്? നീ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ മാത്രമാണ്. മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ നീ കുറേ ദിവസങ്ങൾ മാത്രമാണ്. എന്നിട്ട് പറയാൻ, ഫഇൻ മലാ യൗമുൻ, ഒരു ദിവസം ആണ് പോയി കഴിഞ്ഞാൽ, മലാ ബഅലുക, നിന്റെ ഒരു ഭാഗം തന്നെ പോയി, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ പോയി. വഇൻ മലാ ബഅലുക മലാ കുല്ലുക, ഇനിയോ കുറേ ദിവസങ്ങൾ പോയാലോ? നീ എന്ന് പറയുന്നത് കുറേ ദിവസമാണ്, ആ ദിവസത്തു നിന്ന് ഒരു ദിവസം പോയാൽ നിന്റെ കുറച്ച് പോയി. കുറേ ദിവസങ്ങൾ പോയാലോ? കുല്ലുക, നീ മുഴുവൻ പോയി, നിന്റെ അവധി കഴിഞ്ഞു എന്നാ പറയുന്നത്. എന്നിട്ട് പറയാ, മാമിനി യൗമിൻ തത്ലഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും ഇല്ലാ വയുനാദി ബിലിസാനിൽ ഹാലി വയഖൂൽ, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും വിളിച്ചു പറയപ്പെടുന്നുണ്ട്, യബ്ന ആദം, യബ്ന ആദം, ആദമിന്റെ മകനെ, അന ഖൽഖുൻ ജദീദ്. ഈ ദിവസം ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയാ, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്, പുതിയൊരു പടപ്പാണ്. വഅല അമലിക ഷഹീദ്, ഓരോ ദിവസവും നമ്മോട് പറയാണെന്ത്? ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്, നിന്റെ അമലുകൾക്ക് സാക്ഷിയാണ്. അല അമലിക ഷഹീദ്, നീ ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും സാക്ഷിയാണെന്നാ. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആര് സാക്ഷിയാണ്? ആര് സാക്ഷിയാണ് പ്രിയമുള്ളവരെ? ഓരോ ദിവസവും സാക്ഷിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ഫർദ് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ മാറി നിൽക്കും. എന്താ കാര്യം? ആ നമസ്കരിച്ച സ്ഥലം അല്ലാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയും, അല്ലേ? ഫർദ് നിസ്കരിച്ചാൽ മാറി നിൽക്കാറുണ്ട് ആളുകൾ. എന്തിനാ? ആ സ്ഥലം റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷി പറയുക, ഇന്ന വ്യക്തി ഇന്ന സമയത്ത് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതുപോലെ എന്ത് സാക്ഷി പറയും? ദിവസങ്ങൾ സാക്ഷി പറയും. ആ ദിവസം നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുക, ഓരോ ദിവസവും. ഇന്ന് രാവിലെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? ഫഗ്തനിംനി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ. ആ ദിവസം പറയാം, നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, ഞാൻ ഒരിക്കലും ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഞാൻ മടങ്ങുകയില്ല. നഷ്ടപ്പെട്ട ഓരോ ദിവസവും ഖിയാമത്ത് നാൾ വരെ നമുക്ക് തിരിച്ചു വരൂല. ഇപ്പോൾ മഗ്രിബ് കഴിഞ്ഞു, ഇഷാ കഴിഞ്ഞു, ഈ ദിവസം നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് രണ്ടാമതൊരു പ്രാവശ്യം ഈ ദിവസം നമുക്ക് കിട്ടൂല. അത് കഴിഞ്ഞു.
അത് നമ്മൾ കൃത്യം മനസ്സിലാക്കണം. ഓരോ ദിവസങ്ങളും നമ്മൾ കഴിഞ്ഞു. അതുകൊണ്ട് ഫത്തഖുല്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം. വഹാഫിളു അലസ്സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ നീ കൃത്യമായി നിർവഹിച്ച് പോരണം. വസ്സുനൻ, സുന്നത്ത് നമസ്കാരങ്ങളും. വഫ്അലുൽ ഖൈറാത്ത്, നീ നന്മകൾ ചെയ്യണം. ഒരു മനുഷ്യനെ കണ്ടാൽ പുഞ്ചിരിച്ച് സലാം പറയണം. ഒരു പ്രായം ചെന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം. മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും വേണം. അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, എന്തെല്ലാം നന്മകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളൊരു വഴിയിലൂടെ പോകുക, അവിടെ ഒരു ഉപദ്രവമുണ്ട്, ആ ഉപദ്രവം നീക്കം ചെയ്യണം. എന്താ കാര്യം? അടുത്ത പ്രാവശ്യം അടുത്ത മിനിറ്റിലൂടെ അതുവഴി കടന്നു വരിക ആരാ? ഒരു പക്ഷേ പ്രായം ചെന്ന ആളായിരിക്കും. അയാൾക്ക് കണ്ണു നേരെ കാണുകയില്ല. അയാൾ ആ കുപ്പിച്ചിലിൽ ചവിട്ടി അയാളുടെ കാലിൽ എന്താകും? മുറിവ് പറ്റും. അതുകൊണ്ട് ആ റോഡിലുള്ള വഴിയിലുള്ള ആ വസ്തു നമ്മൾ എടുത്തു മാറ്റണം. എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാതത്തുൽ അദാ മിനത് ത്വരീഖ് അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ആ ഉപദ്രവം നീക്കം ചെയ്യുക. അത് ഈമാനിൽപ്പെട്ടതാണ്. അത് ഈമാനിൻ്റെ ഒരു ശാഖയാണെന്നാണ്. അത്രയും ഇസ്ലാമിൽ പുണ്യമാണതെന്നാണ്. ഈ നന്മ എന്ന് പറയാൻ, അങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള. എന്നിട്ട് പറയാണ്, അക്സിറൂ മിൻ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹനെ കുറിച്ചുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്? നമ്മൾ മറ്റുള്ള ആളുകളെ പോലെ ആയ പോരാ. ഒരുപാട് ആളുകളുണ്ട്, വായ തുറന്നാലെ ആക്ഷേപിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരെ കൊച്ചാക്കുക, മറ്റുള്ളവരെ വേണ്ടാത്തത് പറയുക. നമ്മൾ എന്ത് ചെയ്യണം? അക്സിറൂ മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ കുറിച്ചുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എന്താ ദിക്റുകൾ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള എന്തെല്ലാം ചോദ്യങ്ങളാണ് പരലോകത്തുള്ളത്. ഈ ദുനിയാവിന് വേണ്ടി നമ്മളെല്ലാം മറന്നാൽ അത് ശരിയാവുകയില്ല. ഈ ദുനിയാവിൽ സമ്പാദിക്കണം, സുഖിച്ച് മതിച്ച് ജീവിക്കണം, വലിയ വീട്ടിൽ കഴിയണം, സുഖലോലുപനായി കഴിയണം എന്നുള്ള ഒരു ചിന്ത മാത്രം പോരാ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. പറയുക പ്രവാചകരെ, ദുനിയാവെന്ന് പറയുന്നത് ഖലീൽ, ചെറിയൊരു വിഭവം മാത്രമാണ്, ചെറിയ ഒരു വസ്തു മാത്രമാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, ആഖിറത്താണ് എന്ത്? സൂക്ഷ്മത പാലിക്കുന്ന ഭക്തിയുള്ള തഖ്വയുള്ള ആളുകൾക്ക് ആഖിറത്താണ് നല്ലത്. ആ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുള്ള ആളുകൾ, പ്രിയമുള്ളവരെ, ഒരിക്കലും ഇതുപോലെയുള്ള വ്യഭിചാരമോ മദ്യമോ മയക്കുമരുന്നോ അങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുകയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പോയാലോ, നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ കൈകാലുകൾ നമുക്കെതിരെ നിൽക്കും. ഒരു സംശയം വേണ്ട, നമ്മുടെ മനുഷ്യൻ്റെ തൊലികളുണ്ടല്ലോ, നമ്മുടെ തൊലി, ആ തൊലി നമുക്ക് എതിരെ സാക്ഷി പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പറയാണ്, ഷഹിദ അലൈഹിം സംഉഹും, കണ്ടോ, സംഉഹും അവരുടെ കേൾവി, വ അബ്സ്വാറുഹും അവരുടെ കാഴ്ച, വ ജുലൂദുഹും അവരുടെ തൊലികൾ, ബിമാ കാനൂ യഅമലൂൻ ഹത്താ ഇദാ മാ ജാഊഹാ. കണ്ടോ, ഷഹിദ അലൈഹിം സംഉഹും, നമ്മുടെ കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ തൊലികളുമൊക്കെ നമുക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, നമ്മൾ ചെയ്ത തിന്മകളുടെ പേരിൽ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന. എന്നിട്ട് പറയാണ്, അപ്പം പറയും, നമ്മുടെ ഈ തൊലി ഉണ്ടല്ലോ, ഈ കൈകാലുകളിൽ ശരീരത്തിലുള്ള തൊലി നമുക്കെതിരെ സാക്ഷി പറയാണ്, അല്ലാഹുവേ, ഈ മനുഷ്യനിന്നെ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്, ഇന്ന തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാ. അപ്പൊ നമ്മൾ ഈ തൊലിയോട് പറയാ, എന്താ പറയുന്നത്? വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിത്തും അലൈനാ, നമ്മൾ നമ്മുടെ തൊലികളോട് പറയാ, ഹേ തൊലികളെ, വഖാലൂലി ജുലൂദിഹിം, ജിൽദ്, ജുലൂദ് എന്ന് പറഞ്ഞ തൊലികൾ, ഈ തൊലികളെ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? അപ്പൊ കാലു, ആ തൊലികൾ പറയാണ്, ആ തൊലികൾ എന്താ പറയുന്നത്? അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്
എന്ന് തൊലികൾ മറുപടി പറയുന്ന ഇത് വിശുദ്ധ ഖുർആന്റെ ആയത്ത സൂറത്ത് ഫുസ്സിലത്തിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകളാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ ഹൃദയം, ഇതൊക്കെ റബ്ബ് ചോദ്യം ചെയ്യുന്ന ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടു, ചെവി കൊണ്ട് എന്തൊക്കെ കേട്ടു, വായ കൊണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞു, മനസ്സുകൊണ്ട് എന്തെല്ലാം ചെയ്തു എന്നൊക്കെ റബ്ബ് ചോദ്യം ചെയ്യുന്ന. അതുകൊണ്ട് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്ത കാര്യം നീ പറഞ്ഞു പോകരുത്, ചെയ്തു പോകരുത്, അതിൽ ഇടപെടരുത്. അറിവില്ലാത്ത കാര്യത്തിൽ പോയി ചെന്ന് ആളായി അത് പ്രശ്നമായി വഷളാക്കി അതിൻ്റെ പേരിൽ അങ്ങനെ ആകാൻ വേണ്ടി പാടുള്ളതല്ല. കാരണം അതൊക്കെ ചോദ്യം ചെയ്യും. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ, നിങ്ങളുടെ ഉമ്മമാരെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ലാ തഅലമൂന ഷൈആ, നിങ്ങൾക്കൊന്നും അറിഞ്ഞിരുന്നില്ല. വജഅല ലകുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, പിന്നീട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണും കാതും ഹൃദയങ്ങളും ഒക്കെ തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, എന്തിനാ കണ്ണും കാതും ഹൃദയമൊക്കെ തന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ള ആളുകളായി തീരാൻ, നന്ദിയുള്ളവരായി തീരാൻ. പക്ഷേ എന്താ മനുഷ്യന്റെ അവസ്ഥ? നന്ദിയുണ്ടോ? നന്ദികേട് അതിൻ്റെ പര്യായമായി മാറുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം പറയാ, അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തില് ഹജ്ജത്തുൽ വദായിൽ പറയാ, വസതൽഖൗന റബ്ബക്കും ഫസയസ്അലുക്കും മൻ അഅമാലിക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ റബ്ബ് നിങ്ങളോട് നിങ്ങളുടെ അമലുകളെ കുറിച്ച് ചോദ്യം ചെയ്യും. നമ്മുടെ കരാറുകൾ, ആ കരാറുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന വഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, നമ്മൾ ഓരോ ആളുകൾക്കും കൊടുത്ത കരാറുകൾ അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന, അത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നന്മകൾ ചെയ്ത് തിന്മകൾ മാറുന്നതുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.